ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ്. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അത് ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഫോർ ഇൻ ജീസസ് ക്രൈസ്റ്റ് neither circumcision nor uncircumcision can accomplish anything, but only faith that works through love. മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ അതിനെ പരിഭാഷപ്പെടുത്താം: യേശു ക്രിസ്തുവിൽ പരിച്ഛേദനയും അഗ്രധർമ്മവും അല്ല കാര്യം. അർത്ഥാൽ യേശു ക്രിസ്തുവിൽ ന്യായപ്രമാണത്തിൽ പ്രവൃത്തികൾ അല്ല കാര്യം. പിന്നെ എന്താണ് കാര്യം? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നാം ക്യാമ്പിൽ സംബന്ധിച്ചപ്പോൾ അവിടെ ഗലാത്യ ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ആ കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ വാക്യം എൻ്റെ മനസ്സിനെ ചിന്തിപ്പിക്കുകയുണ്ടാകും. ഞാൻ മുമ്പ് ഓർപ്പിക്കാറുണ്ട്, ദൈവവചനം വായിച്ച് പ്രസംഗത്തിൽ കേൾക്കുകയും ചെയ്യുമ്പോൾ ചില വാക്യങ്ങൾ ഹൃദയത്തിൽ തട്ടാറുണ്ട്. ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ വളരെ സ്പർശിക്കുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ വാക്യത്തിന്റെ പുറകെയായിരുന്നു ഞാൻ. അതെ, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അതെന്താണ് ആ വിശ്വാസം? അതാണ് ഇന്ന് നിങ്ങളോടൊപ്പം ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ വാക്യത്തിന്റെ അവസാന ഭാഗം വിശ്വാസം അത്രേ കാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് നമുക്കിവിടെ ചേർക്കാൻ സാധിക്കുന്നത് പ്രധാനമായ വിഷയം, ഇല്ലേ? അതാണ് കാര്യം. നമ്മൾ പല കാര്യങ്ങളും കാണുന്നു, അതാണ് കാര്യം എന്ന് പറയാറുണ്ട്. അതാണ് പ്രധാനമായ വിഷയം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിൽ എന്താ കാര്യം? പ്രധാനമായിട്ടും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതെ, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് കാര്യം. അപ്പോൾ വിശ്വാസത്തോട് ചേർന്ന് വരുന്ന സ്നേഹത്തെ നാം കാണുകയാണ്. അതിനു മുമ്പായിട്ട് വിശദമായി ചിന്തിക്കും മുമ്പായിട്ട് 3-4 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത പേജിലാണ് 6-15. പരിച്ഛേദനയല്ല, അഗ്രധർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ദൈവത്തിന്റെ വചനം പറയുന്നു, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. എന്താണ് പ്രധാനം? പുതിയ സൃഷ്ടിയാണ് പ്രധാനം. പുതിയ സൃഷ്ടിയാണ് കാര്യം. പുതിയ സൃഷ്ടിയാണ് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത്. നാം വായിക്കുന്നത്, ഒരുവന് ക്രിസ്തുവിലായാൽ അവനാരാ? പുതിയ സൃഷ്ടിയാ. ഇത് വിവരിപ്പാനായിട്ട് ഏറെയുണ്ട്. ഒറ്റ വാക്കി പറയാം, ക്രിസ്തുവിലായിത്തീർന്നെങ്കിൽ ആരായിരിക്കണം? പുതിയ സൃഷ്ടി ആയിരിക്കണം. ഒരുവന് ക്രിസ്തുവിലായിത്തീർന്നെങ്കിൽ അവൻ പുതിയ സൃഷ്ടി ആയിരിക്കണം. പുതിയ സൃഷ്ടി ആയിരിക്കണമെങ്കിൽ പുതിയ സ്വഭാവം ഉണ്ടാകണം. പുതിയ സൃഷ്ടി ആയിരിക്കണമെങ്കിൽ പുതിയ പ്രവൃത്തികൾ ഉണ്ടാകണം. പുതിയ സൃഷ്ടി ആയിരിക്കണമെങ്കിൽ അവൻ പുതിയതായിട്ട് എല്ലാം കാണുന്നവനും ചെയ്യുന്നവനുമായിരിക്കും. ഇവിടെ നമുക്കൊരു ചെക്ക് അല്ലെ, ഒരു ടെസ്റ്റ്, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ. ഞാനൊരു പുതിയ സൃഷ്ടിയാണോ? ഞാൻ പുതിയ സൃഷ്ടിയാണെങ്കിൽ ആ പുതിയ സൃഷ്ടിയുടെ പുതിയ സ്വഭാവം എന്നിൽ വെളിപ്പെടുന്നുണ്ടോ? അതോ ഇന്നും പഴയതുപോലെ എൻ്റെ ലോകപ്രകാരമായിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ട് ലോക വിഷയങ്ങളിൽ വ്യാപൃതനായി ഈ ലോകത്തിൽ ജീവിക്കുന്ന അനുഭവമാണ്? അപ്പോൾ പുതിയ സൃഷ്ടിയാണ് കാര്യം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 19-ാം വാക്യം. 1 കൊരിന്ത്യർ 7-19. അവിടെയും ഈ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 7-19. ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. അപ്പോൾ ഇവിടെയും കാര്യം പറഞ്ഞിരിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നതത്രേ കാര്യം. അപ്പോൾ എന്താ കാര്യം? 1, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് കാര്യം. 2, പുതിയ സൃഷ്ടിയാണ് കാര്യം. 3, ദൈവകൽപ്പന പ്രമാണിക്കുന്നതാണ് കാര്യം. നല്ലൊരു വിഷയമായില്ലേ? ചിന്തിക്കാൻ ഏറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്താ കാര്യം? കർത്താവേ, എന്താണ് നിനക്ക് കാര്യമായിരിക്കുന്നത്? എന്താണ് നിന്റെ കാര്യം? എന്താണ് നീ എന്തിനെയാണ് പ്രധാനമായി കാണുന്നത്? നീ എന്തിനെയാണ് പ്രാധാന്യമായി അതേ കാണുന്നത്? നമുക്കൊന്ന് ചോദിക്കാം കർത്താവേ, എന്നിൽ കൂടി നീ എന്താണ് പ്രധാനമായി കാണുന്നത്? എന്നിൽ കൂടി ദൈവം പ്രധാനമായി കാണുന്നത് എന്താ? ഈ 3 കാര്യങ്ങളുടെ വ്യക്തമല്ലേ? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, 2, പുതിയ സൃഷ്ടി, 3, കൽപ്പന പ്രമാണിക്കുന്നത്. അത് കാര്യമാണ്. റെഫറൻസുകളൊക്കെ നമുക്ക് ഏറെ കിട്ടും. എന്നാൽ അതിപ്രധാനമായിരിക്കുന്ന ആ വിഷയങ്ങളാണ് ഇവിടെ നാം ഓർക്കുന്നത്. ഒരു വാക്ക് വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 28-29 വാക്യം. റോമർ 2-ന്റെ 28-29. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രേ പരിച്ഛേദന. അടുത്തുകൊണ്ട് വായിക്കാം. അവന് മനുഷ്യരാലല്ല, പിന്നെ ദൈവത്താൽ തന്നെ
പുകഴ്ച ലഭിക്കും. ആരുടെ പുകഴ്ചയാണ് ലഭിക്കുന്നത്? ഹൃദയപരിച്ഛേദനയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവന്റെ ജീവിതം കണ്ടിട്ട് ആരാൽ പുകഴ്ച ലഭിക്കും? മനുഷ്യരാലല്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ല ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ജീവിതമല്ല ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ദൈവത്താലുള്ള പ്രശംസ, ദൈവത്താൽ അതേ പുകഴ്ച ലഭിക്കുവാൻ ഇടയായി തീരട്ടെ. എൻ്റെ ഈ കഴിഞ്ഞ കാല ജീവിതത്തിനുള്ളിൽ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട്, എൻ്റെ നടപ്പ് കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് അതേ ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കുവാൻ ഇടയാകുമോ എന്നൊരു കണക്കെടുപ്പ് നമുക്ക് നടത്താം. ഒന്ന് തിരിഞ്ഞു നോക്കാം, ദൈവത്താലുള്ള പുകഴ്ച എനിക്ക് ലഭിക്കുമോ? ഇത് തിരുവെഴുത്താണല്ലോ. നമുക്ക് നമ്മുടെ ലോകപ്രകാരമുള്ള കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. ലോക സംഭവങ്ങളൊന്നും നമുക്ക് വിവരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വളരെ ശക്തമായിരിക്കുന്ന സന്ദേശം ദൈവാത്മാവ് നമുക്ക് നൽകുകയാണ്. അവര് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. മനുഷ്യരാലുള്ള പുകഴ്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ലോകത്തിലുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കണം താല്പര്യമില്ല. എന്റെ ചുറ്റുമുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ, എന്റെ ബന്ധുക്കളെ പ്രസാദിപ്പിക്കുവാൻ, എന്റെ കൂട്ടുകാരെ പ്രസാദിപ്പിക്കുവാൻ, എന്നോട് ഇടപെടുന്നവരെ പ്രസാദിപ്പിക്കാൻ ഒക്കെയാണ് നമ്മുടെ ശ്രമം. ഞാനൊന്ന് പറയട്ടെ, ഈ മനുഷ്യബന്ധങ്ങളെല്ലാം ഇവിടെ അവസാനിക്കും. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുക്കളെല്ലാം നമ്മൾ വിട്ടുപോകും. ദൈവം ഭാഗം നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്? ദൈവം ഭാഗം നിൽക്കുമ്പോൾ നമുക്ക് പുകഴ്ച ലഭിക്കുമോ? അവന്റെ പ്രസാദം നമുക്ക് ലഭിക്കുമോ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനം 4-ാം അധ്യായം 9-9 വാക്യങ്ങൾ. റോമർ 4-ാം അധ്യായം 9. അതെ, നീതിയായി കണക്കിട്ടു എന്നല്ലോ പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രധർമ്മത്തിലോ? പരിച്ഛേദനയിലില്ല, അഗ്രധർമ്മത്തില് അത്രേ. അഗ്രധർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവൻ ലഭിച്ചത് അഗ്രധർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രകർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർ പിതാവായിരിക്കേണ്ടതിനും തന്നെ. ഇന്ന് പകൽക്കാലം അബ്രഹാമിനുള്ള ബന്ധത്തിൽ നമുക്ക് മുമ്പോട്ട് ചിന്തിപ്പാനുണ്ട്. ഞാൻ ആമുഖമായിട്ട് ഈ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് കാര്യം എന്നുള്ളത് നാം തിരിച്ചറിയണം. കർത്താവേ, എന്താണ് അവിടുത്തെ ഭാഗം പ്രധാനമായിരിക്കുന്ന കാര്യം? നാം 3 കാര്യം ഓർത്തു. 1, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. 2, അതേ പുതിയ സൃഷ്ടിയായിരിക്കുന്ന അതാണ് കാര്യം. 3, കൽപ്പന പ്രമാണിക്കുന്ന കാര്യം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം അത് തിരിച്ചറിയുന്നുണ്ട്, അത് തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ ക്രമീകരിക്കുന്നുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഗലാത്യ ലേഖനം ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ലേഖനമാണ്. AD 49 അന്ത്യോഖ്യയിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ സഭകൾക്ക്, അതായത് 1-ലധികം സഭകൾക്ക് എഴുതപ്പെട്ട ഏക ലേഖനമാണ് ഗലാത്യ ലേഖനം. ബാക്കി ലേഖനങ്ങളെല്ലാം, പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം റോമയിലുള്ള വിശുദ്ധന്മാരും കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാരും ഒക്കെയാണ്. എന്നാൽ ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ലേഖനം എന്നാണ് അതിന്റെ തുടക്കത്തിൽ നാം കാണുന്നത്. മാത്രമല്ല, ഏതാണ് ഈ ഗലാത്യ സഭകൾ? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വരെ ഈ ഗലാത്യ സഭകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകേണ്ട ആവശ്യം നമുക്കില്ല. പൗലോസ് അപ്പോസ്തലന്റെ 1-ാമത്തെ മിഷണറി യാത്രയിൽ താൻ സ്ഥാപിച്ച സഭകൾ, അർത്ഥാൽ അന്ത്യോക്ക്, ഇക്കവോന്യ, ലുസ്ത്ര, ദർബ എന്നീ 4 സഭകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 സഭകൾക്ക് എഴുതപ്പെട്ട ലേഖനമാണ് ഗലാത്യ ലേഖനം. മാത്രമല്ല, ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ ജന്മസ്ഥലം തർസോസാണ്. ഈ തർസോസും ഗലാത്യയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പൗലോസ് ഈ ഗലാത്യയിലുള്ള ഈ സ്ഥലങ്ങളിൽ, അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബ, ഈ സ്ഥലങ്ങളിൽ താൻ സുവിശേഷമായിട്ട് 1-ാം മിഷണറി യാത്രയിൽ പോയത് നാം കാണുന്നു. നാം വേദഭാഗം പോസ്റ്റൽ ഓർക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ലേഖനം എഴുതുവാനുള്ള പ്രധാന കാരണം നാം അന്ന് കേട്ടതാണ്. ദാസൻ പറയുകയുണ്ടായി. അതായത്, ഈ ഗലാത്യ വിശ്വാസികളുടെ മധ്യത്തിൽ ചില നുഴഞ്ഞുകയറ്റക്കാർ വന്നു. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുടെ ബന്ധത്തിൽ അവര് യഹൂദ പ്രമാണങ്ങൾ അനുസരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ചില ദുരുപദേഷ്ടാക്കന്മാർ അവിടെ കടന്നു വന്നു. അവർ പറഞ്ഞു, ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നാൽ അവർ വിശ്വാസത്താൽ മാത്രമല്ല, അവർ പരിച്ഛേദനയും കൂടി ഏൽക്കണം. അവർ ഒന്നാമത് യഹൂദന്റെ പ്രമാണങ്ങൾ ആചരിച്ച് അതിനുശേഷം വേണം സ്നാനപ്പെടുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്ന് അവരെ പഠിപ്പിക്കുവാനിടയായിട്ട്. വാസ്തവത്തിൽ കൃപയാൽ വിശ്വാസത്താലുള്ള രക്ഷ
പൗലോസ് വളരെ ശക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് സഭയുടെ അടിസ്ഥാനമായിരിക്കുന്ന ഉപദേശം. കൃപയാൽ വിശ്വാസത്താലുള്ള രക്ഷയാണ് ദൈവസഭയുടെ അടിസ്ഥാനമായിരിക്കുന്ന പ്രമാണം. ആ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ചില ദുരുപദേഷ്ടാക്കന്മാർ ഗലാത്യ സഭകളിൽ കടന്നു വന്നു. അവരവരെ പഠിപ്പിച്ചു, ഈ ദുരുപദേശം പഠിപ്പിച്ചു. അത് പൗലോസ് കേട്ടു. തനിക്ക് വളരെ പ്രയാസമുണ്ടായി. താന് അവര് കേട്ടതായ ദുരുപദേശത്തെ അവരെ ഖണ്ഡിക്കുവാൻ, അത് തിരുത്തുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ ലേഖനത്തിന്റെ കാതലായ വാക്യം ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 5-ാം അധ്യായത്തിലെ 1-ാം വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ കർത്താവ് എന്തിനു വേണ്ടിയാണ് നമ്മെ സ്വതന്ത്രരാക്കിയത്? എന്തിനു വേണ്ടിയാണ് സ്വതന്ത്രരാക്കിയത്? സ്വാതന്ത്ര്യത്തിനായിട്ട്. എന്താ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവവചനപ്രകാരം കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിനായിട്ട് ജീവിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മകന് ലഭിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. നമുക്ക് ചില പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും റോഡ് നിയമങ്ങളുണ്ടല്ലോ, റോഡ് നിയമങ്ങൾ. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വണ്ടി ഞാൻ വലത്തുവശത്തോടെ ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? അപകടം ഉണ്ടാകും. അപ്പൊ സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവപ്രമാണം നമുക്ക് നൽകിയിരിക്കുന്ന ആ പ്രമാണം അനുസരിച്ച് കർത്താവിനെ ഭയത്തോടെ സ്നേഹിക്കുന്ന സ്വാതന്ത്ര്യം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പിന്നെ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഏതാ അടിമനുഖം? അല്ലേ ഗലാത്യരെ, ഒരു അടിമനുഖം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്തായിരുന്നു അടിമനുഖം? ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കണം എന്നതായിരിക്കുന്ന അടിമനുഖം. ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടയ്ക്കപ്പെട്ടിരുന്ന അവസ്ഥ. ന്യായപ്രമാണം നിവർത്തിച്ചാൽ മാത്രമേ രക്ഷ കിട്ടൂ എന്നുള്ള ആ വലിയ പ്രമാണം. ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവൻ അതിനാൽ ജീവിക്കും. എന്നാൽ അങ്ങനെ ജീവിക്കുവാൻ ആർക്കും കഴിയാതെ വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച കൃപയുടെ പ്രമാണം. അതുകൊണ്ടാണ് പറയുന്നത്, ന്യായപ്രമാണത്തിന് സാധിപ്പാൻ കഴിയാഞ്ഞതിന്, അല്ലെ അങ്ങനെയല്ലേ, ന്യായപ്രമാണം സാധിപ്പാൻ കഴിയാഞ്ഞതിന് ദൈവം എന്ത് ചെയ്തു? സ്വന്തം പുത്രനെ അയച്ച് കൃപയുടെ പ്രമാണത്തിൽ നമ്മെ ആക്കി തീർത്തു. അപ്പോൾ ഈ ദുരുപദേശക്കാരെ അവരെ തിരുത്തുവാൻ വേണ്ടി ഗലാത്യയിലുള്ള വിശ്വാസികൾക്ക് അത് ഉറപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. മാത്രമല്ല, ഇവിടെ വളരെ ശക്തമായി പൗലോസ് പറയുന്നുണ്ട്. വേറെ ഒരു സുവിശേഷത്തെ കുറിച്ച് മുമ്പോട്ട് പോകാം. കർത്താവിനെ സഹായിക്കട്ടെ. അവരുടെ സുവിശേഷം, അവരുടെ ഉപദേശവും ഒക്കെ വളരെ ഭയങ്കരമാണ്. ഇവിടെ ദുരുപദേശക്കാരുടെ സ്വഭാവം എന്താണെന്നുള്ളത് തിരുവെഴുത്ത് ഈ ഗലാത്യലേഖനം വെളിപ്പെടുത്തുന്നുണ്ട്. ദുരുപദേശക്കാരുടെ സ്വഭാവം എന്താണ്? ദുരുപദേശക്കാരുടെ സ്വഭാവം, ഒന്നാമത്തെ സ്വഭാവം 1:6-7 വാക്യം. 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷം അറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ വേറൊരു സുവിശേഷം, വാസ്തവത്തിൽ പൗലോസ് അപ്പോസ്തലൻ അറിയിച്ച സുവിശേഷമല്ല ഇപ്പോൾ അവർ പിൻപറ്റുന്നത്. പിന്നെ ഏതാ? വേറൊരു സുവിശേഷം. ആ വേറൊരു സുവിശേഷം എന്താ? പ്രവർത്തികൾ കൂടെ വേണം രക്ഷപ്പെടാൻ, പരിച്ഛേദന ഏൽക്കാൻ രക്ഷപ്പെടാൻ. അതാണ് വേറൊരു സുവിശേഷം. ഇന്ന് നാം ഒത്തിരി സുവിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെ? ഒത്തിരി സുവിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്. സുവിശേഷം എന്ന പേരിൽ അനേക മഹായോഗങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, അനേക സുവിശേഷ യോഗങ്ങളിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. അനേക മഹായോഗങ്ങളിലും സുവിശേഷത്തിന് പകരമായിട്ട് യേശുക്രിസ്തു ചെയ്ത ഒരു അത്ഭുതമോ അടയാളമോ ഒക്കെ പറഞ്ഞ് സുവിശേഷമായിട്ട് വിവരിക്കുക. അതാണ് സുവിശേഷം. കർത്താവ് കടലിൽ മേൽ നടന്നാണ് സുവിശേഷം. അഞ്ചപ്പം കൊണ്ട് 1000 പേരെ പൊടിച്ചാണ് സുവിശേഷം. അല്ല, അതല്ല സുവിശേഷം. എന്താ സുവിശേഷം? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത സുവിശേഷമല്ല. യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം, അത് മുഖാന്തരം മനുഷ്യവർഗത്തിന് ഉണ്ടാകുന്ന രക്ഷ, പാപമോചനം, ഇത് പ്രസംഗിക്കാത്ത സുവിശേഷം എന്തല്ല? സുവിശേഷമല്ല. ഇവർ വേറൊരു സുവിശേഷത്തിലേക്ക് കടന്നു പോകുക. ഞാനൊന്ന് പറയട്ടെ, ഇപ്പോൾ സുവിശേഷത്തിന്റെ പേരിൽ തന്നെയും കർത്താവിന്റെ എന്താ പറയുന്നത്, ഈ സാമ്പത്തികമായ കാര്യങ്ങള്, പ്രോസ്പെരിറ്റി ഗോസ്പൽ. ഇന്ന് അനേകർക്കും അത് പറയാനാണ് ഇഷ്ടം. പ്രോസ്പെരിറ്റി പറയാനാണ് ഇഷ്ടം. നിനക്ക് സമ്പത്ത് ഉണ്ടാകും, നീ അമേരിക്കയ്ക്ക് പോകും, നീ ആസ്ട്രേലിയക്ക് പോകും, നീ അവിടെ പോകും, ഇവിടെ പോകുന്നവർക്ക് ജോലി കിട്ടും, വിദ്യാഭ്യാസം ഉണ്ടാകും. ഇതൊക്കെയാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ. അതല്ല ഗോസ്പൽ. പ്രിയമുള്ളവരെ, കർത്താവിനെ സഹായിക്കട്ടെ. ഇവിടെ വേറൊരു സുവിശേഷം അറിയിക്കുന്നവരാണ് ആര്? ഈ ദുരുപദേശക്കാര്. അപ്പോൾ ദുരുപദേശക്കാരുടെ ഒന്നാമത്തെ ലക്ഷണം, അവർ വേറൊരു സുവിശേഷം, ആ വേറൊരു സുവിശേഷം ക്രിസ്തുവില്ലാത്ത സുവിശേഷമാണ്. നാം വായിച്ച വേദഭാഗത്ത് ക്രിസ്തുയേശുവിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. ക്രിസ്തുയേശുവിൽ എന്തല്ല? പരിച്ഛേദനയല്ല, അഗ്രധർമ്മമല്ല കാര്യം. അപ്പോൾ ക്രിസ്തുയേശുവിൽ ന്യായപ്രമാണത്തിന് അവിടെ പ്രസക്തിയില്ല. യേശുക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന് പ്രസക്തിയില്ല, പ്രവൃത്തികൾക്ക് പ്രസക്തിയില്ല.
അപ്പോൾ വേറൊരു സുവിശേഷം അറിയിക്കുന്നവർ. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, ഞാനോ സ്വർഗത്തിന് ദൂതനോ ആര് വന്ന് പറഞ്ഞാൽ അവൻ ആരാ? ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ അറിയിച്ച ഈ സുവിശേഷത്തിന് വിപരീതമായി ആര് പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ദുർവിദേശക്കാരെ സംബന്ധിച്ച് അവർ ഈ ശാപത്തിന് കീഴിലായിരിക്കുന്നവരാണ്. ഈ ദുർവിദേശക്കാരുടെ രണ്ടാമത്തെ സ്വഭാവം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, 4:17. ആ ദുരുപദേശക്കാരുടെ ലക്ഷ്യം എന്താ? അവർക്ക് നിങ്ങളോട് എരിവുണ്ട്, ഭയങ്കര എരിവാ. പക്ഷെ ആ എരിവ് എന്തിനാ കാണിക്കുന്നത്? നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയുവാൻ. അർത്ഥാൽ കൃപയുടെ ഉള്ളിൽ നിന്ന് പുറത്തിട്ട് അടച്ചു കളയുക. അതാണ് അവരുടെ ലക്ഷ്യം. ദൈവം ദൈവം നൽകിയതായിരിക്കുന്ന കൃപയും അത് മുഖാന്തരം ലഭ്യമായിരിക്കുന്ന ആത്മീക സന്തോഷവും അത് നഷ്ടപ്പെടുത്തി നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയുകയാണ് അവരുടെ ലക്ഷ്യം. ഇന്ന് എരിവ് കാണിക്കുന്ന ഭയങ്കര എരിവാ. പക്ഷെ ആ എരിവൊന്നും കർത്താവിന്റെ മഹത്വത്തിനുള്ളതല്ല, കർത്താവിന്റെ നാമത്തിന്റെ അതേ മഹത്വത്തിനുള്ളതല്ല എന്ന് കാണാൻ സാധിക്കുന്നു. മറിച്ച് നമ്മുടെ ഗുണത്തിനായിട്ടല്ല അവർ നമ്മോട് എരിവ് കാണിക്കുന്നത്. അപ്പോൾ ദുർവിദേശക്കാരുടെ ലക്ഷ്യം എന്താ? അവർ നമ്മുടെ ഗുണത്തിനായിട്ട് ചിന്തിക്കുന്നവരല്ല. അപ്പൊ ആരെങ്കിലും നമ്മുടെ അടുത്ത് ദുർവിദേശമായിട്ട് വന്നാൽ അവരുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ഗുണമല്ല അവരുടെ ലക്ഷ്യം, അവരുടെ ഗുണമാണ്. ഈ ദുർവിദേശം പഠിപ്പിക്കുന്നവർക്ക് ഗുണമുണ്ട് കേട്ടോ. ഈ ദുർവിദേശം പഠിപ്പിക്കുവാൻ അവർക്ക് ഗുണമുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഗേറ്റ് മിനിസ്റ്റർ അവർക്ക് ഇഷ്ടംപോലെ ഗുണമുണ്ട്. എന്താ? സാമ്പത്തിക ഗുണമുണ്ട്. തെറ്റായ ഉപദേശം പഠിപ്പിക്കുമ്പോൾ സാമ്പത്തികമായ ഗുണം ഇഷ്ടംപോലെ ലഭിക്കും. അത് അവരുടെ ഗുണമാണ്, നമുക്ക് ഗുണമില്ല. പ്രിയമുള്ളവരെ, കർത്താവിനെ സഹായിക്കട്ടെ. മാത്രമല്ല അവരെ കുറിച്ച് 21-ാം വാക്യത്തിൽ പറയുന്നത് അവർ ഇപ്പോഴും ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവരാ. അപ്പോൾ ഈ ദുരുപദേശക്കാരെ സംബന്ധിച്ച് അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നെന്താ? ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കണം. കൃപയാൽ വിശ്വാസം മൂലമുള്ള രക്ഷയെ അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രവൃത്തിയാലുള്ള രക്ഷയ്ക്ക് വേണ്ടി അതിനായിട്ട് ചിന്തിക്കുകയും അതിലിരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായം 2-ാം അധ്യായം മുതൽ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു കൃപയിൽ നിന്ന് വീണുപോകും. അപ്പോൾ ദുർവിദേശക്കാരാരാ? അവർക്ക് ക്രിസ്തുവിനെ കൊണ്ട് പ്രയോജനവുമില്ല, അവർക്ക് പ്രയോജനമില്ല ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ കൊണ്ട്. മാത്രമല്ല അവർ എന്ത് ചെയ്തു? അവർ കൃപയിൽ നിന്ന് വീണുപോയി. പിന്നെ അവർ ക്രിസ്തുവിനോട് വേർപെട്ടു പോവുകയാണ്. അപ്പോൾ ദുർവിദേശക്കാരൻ അങ്ങനെയുള്ളവരാണ്. മാത്രമല്ല അവരുടെ സ്വഭാവം 6-ാം അധ്യായം 12-ാം വാക്യം, 6-12. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇരിക്കുന്നതൊക്കെ ക്രിസ്തുവിന്റെ ക്രൂശനിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കുന്നതിന് മാത്രം നിങ്ങളെ പരിശോധന ഏൽപ്പിക്കാൻ നിർബന്ധിക്കുന്നു. മാത്രമല്ല 13-ാം വാക്യത്തിൽ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിശോധന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ ഏതിലാ പ്രശംസിക്കുന്നത്? അവർ പ്രശംസിക്കുന്നത് ജഡത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ജഡത്തിൽ പ്രശംസിക്കുന്നവരാണ്. രക്ഷിക്കപ്പെട്ടവരാ കേട്ടോ, രക്ഷിക്കപ്പെട്ടവരാ. അതുകൊണ്ട് എനിക്ക് നല്ല കാര്യങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഭയമുണ്ട്. അവർ ജഡത്തിൽ പ്രശംസിക്കുന്നവരാ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജഡത്തിൽ പ്രശംസിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ജഡം എപ്പോഴും അത് നശിക്കുവാൻ സാധ്യതയുള്ള, ഈ ജഡത്തിൽ നന്മയൊന്നും വസിക്കുന്നില്ല. ഈ ജഡം അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്നാൽ ദൈവം നമ്മെ ഈ ജഡത്തിൽ നിലനിർത്തിയിരിക്കുന്നുവെങ്കിൽ അത് കർത്താവിന്റെ മഹത്വത്തിനാണ്, അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവരെപ്പോഴും ജഡത്തിൽ പ്രശംസിപ്പാൻ ഇച്ഛിക്കുന്നതാണ് ഈ ദുർവിദേശക്കാർ. അതുകൊണ്ട് അവർ പരിശോധന ഏൽപ്പാൻ ഏൽപ്പാനായിട്ട് നിർബന്ധിക്കുകയാണ്. പരിശോധന ഏറ്റു കഴിഞ്ഞാൽ പിന്നെ പറയാമല്ലോ, ഞാൻ പരിച്ഛേദന ചിലരൊക്കെ രക്ഷിക്കപ്പെടാൻ സ്ഥാനപര പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി അവനെ രക്ഷിക്കുന്നില്ല, സ്നാനം അവനെ രക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്നാനം കർത്താവിന്റെ കൽപ്പനയാണ്, അത് അനുസരിക്കുക. അത് രക്ഷിക്കപ്പെട്ടവർക്കാണ് അനുസരിക്കുവാനുള്ളത്. രക്ഷിക്കപ്പെടാത്തവരാരും സ്നാനപ്പെടാൻ പാടില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് സ്നാനം എന്ന കൽപ്പന കർത്താവ് തന്നിരിക്കുന്നു. അതിനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് സ്നാനപ്പെടുന്നത്? കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. അവിടെ കർത്താവിനോടുള്ള ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ കൽപ്പന അവൻ അനുസരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അവൻ വെളിപ്പെടുത്തുന്നത്, എന്റെ കർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ട്. ഒന്ന്. രണ്ടാമത്, എന്റെ കർത്താവിനോട് എനിക്ക് നല്ല മനസാക്ഷിയുണ്ട്. 3, എന്റെ കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ അനുസരിക്കുന്നു. ആ വിഷയമല്ല നമ്മുടെ ദൈവത്തിൽ പിന്നീട് ആ വിഷയം ചിന്തിക്കാം. അപ്പോൾ ഇവര് പരിശോധന ഏൽപ്പാനായിട്ട് അവർ നമ്മെ പുച്ഛിക്കുന്നതിന്റെ കാരണം ജഡത്തിൽ പ്രശംസിക്കുവാൻ വേണ്ടിയാണ്. നാം വായിച്ച ഭാഗത്ത് നിന്ന് കാണുന്ന സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അല്ല അവരുടേത്. ദുർവിദേശക്കാരുടെ വിശ്വാസം എങ്ങനെയുള്ളതല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ്. ഞാനത് വിവരിക്കാം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്താണെന്ന് നാം അറിയണം. ഇന്ന് മുതൽ അതൊന്ന് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ സമയത്തോടൊന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. മാത്രമല്ല ദുർവിദേശക്കാരുടെ സ്വഭാവം എന്ന് പറയുന്നത് പഥ്യവചനത്തോട് വിധേയത്വമില്ലാത്തവരാണത്.
പഥ്യവചനത്തോട് അവർക്ക് വിധേയത്വമില്ല. നിർമ്മല ഉപദേശങ്ങളോട് അവർക്ക് വിധേയത്വമില്ല. അവർ അതിന് കീഴ്പ്പെടുന്നില്ല. അവരുടേതായിരിക്കുന്ന ചില ഉപദേശ വിഷയങ്ങൾ അവർ സ്വയമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരിക. അതാണല്ലോ നാം ഗേറ്റ് മിനിസ്ട്രിയിൽ കാണുന്നത്. ലുദിയായുടെ ലുദിയായുടെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, പഥ്യവചനത്തോട് അവർക്ക് വിധേയത്വമില്ല, തിരുവെഴുത്തുകളോട് അവർക്ക് പ്രിയമില്ല. ഇത് പറയുമ്പോൾ അല്പം ഭയം എനിക്ക് തോന്നുന്നുണ്ട്. എന്താ കാരണം അറിയാമോ? ദൈവമക്കൾക്ക് പോലും എന്തില്ല? തുറന്നു പറയാം, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശ്വാസ കൂട്ടായ്മയിൽ തുടരുന്ന പലർക്കും എന്തില്ല? പഥ്യവചനത്തോട് വിധേയത്വമില്ല. അങ്ങനെ വിധേയത്വം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അനുസരണത്തിൽ കാണുമായിരുന്നു, അവരുടെ പ്രവൃത്തിയിൽ കാണുമായിരുന്നു, അവരുടെ വാക്കുകളിൽ വെളിപ്പെടുമായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, വിശ്വാസം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പറയാറുണ്ട്, പഴയ കാരണന്മാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അവരുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരുന്നു നമുക്കറിയാം. ഒന്നാം തലമുറ, രക്ഷിക്കപ്പെട്ട ഒന്നാം തലമുറ എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിതം ഒരനുഭവമായിരുന്നു, വിശ്വാസം ഒരനുഭവമായിരുന്നു. അതെന്റെ അനുഭവമാണ്, രക്ഷിക്കപ്പെട്ട വ്യക്തിപരമായ അനുഭവമായിരുന്നു. എന്നാൽ രണ്ടാം തലമുറയായപ്പോൾ അത് അനുഭവമല്ല, അറിവായിട്ട് മാറി. ഒരറിവ്, ഈ ബുദ്ധിപഠനം മാത്രമുള്ള അറിവാണ്. ഹൃദയത്തിലേക്ക് കർത്താവ് ഇറങ്ങിയിട്ടില്ല. കർത്താവിനെ സ്നേഹിപ്പാൻ കഴിയാതെ കൊണ്ടും ഹൃദയം അടഞ്ഞിരിക്കുന്നു. ഏറ്റുപറഞ്ഞിട്ടൊക്കെ ഉണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, കൂട്ടായ്മ ആചരിക്കുന്നത്. പക്ഷേ വാസ്തവമായ ഹൃദയത്തിലെ ആഴങ്ങളിലേക്ക് ആ വിശ്വാസം ഇറങ്ങിയിട്ടില്ല. ഒരറിവായിട്ട് മാത്രം ഇരിക്കുക. ഇനി മൂന്നാം തലമുറയ്ക്കോ? മൂന്നാം തലമുറയ്ക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ന്യൂസൻസാ. ന്യൂസൻസ് മനസ്സിലായില്ലേ? ന്യൂസൻസ്, ഇറ്റ്സ് എ ന്യൂസൻസ്. So the first generation, the faith, the salvation is their experience. The second generation, it is their knowledge. The third generation, it is a nuisance. ഇന്ന് അങ്ങനെ ആയിരിക്കുന്നത്. തലമുറകൾ മാറും തോറും പിതാക്കന്മാർ കാണിച്ചു തന്ന ആ വിശ്വാസം, അവർ നമ്മെ കാണിച്ചു തന്ന ആ വിശ്വാസം ഏതുമില്ലാത്തതുപോലെ തലമുറകളിലേക്ക് അത് നാം കാണുക. ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം എന്തായിരുന്നു നമുക്കറിയാം. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഈ വചനം പ്രമാണമായിട്ടിരിക്കണം. നിങ്ങളുടെ മക്കളോടൊന്ന് ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങളുടെ മക്കളുടെ മക്കൾ ഇത് കേൾക്കണം. നിങ്ങളുടെ ജീവിതം അവർ കാണണം. ഇന്ന് വന്ന് മക്കളെ ഉപദേശിക്കാൻ നമുക്ക് പേടിയാ. മക്കൾ ഉപദേശിക്കാൻ പേടിയാ. കാരണം മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ. പ്രിയമുള്ളവരെ, കർത്താവിനെ സഹായിക്കട്ടെ. ഞാൻ വളരെ വേദനയോടെയാണ് ഇക്കാര്യം പറയുന്നത്. മാത്രമല്ല, ഈ ദുർപദേശക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വചനം പ്രമാണിക്കുവാൻ മനസ്സില്ല. യോഹന്നാൻ 14:23-24 വാക്യം വായിക്കേണ്ട ഞാൻ പറഞ്ഞു പോകാം. 1 കൊരിന്ത്യർ 7:19, 1 യോഹന്നാൻ 5, 5-3 വാക്യങ്ങളിലൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യും? എന്റെ വചനം പ്രമാണിക്കും, എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ ദുരുപദേശക്കാർക്ക് കൽപ്പനകൾ പ്രമാണിക്കേണ്ട, അവർ എരിവ് കാണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? പുറത്ത് ചതച്ച് കളയുവാൻ, നമ്മുടെ ഗുണത്തിനായിട്ടല്ല, അവരുടെ ഗുണത്തിനായിട്ട്. ഇന്ന് ഈ ദുരുപദേശങ്ങൾ ഒത്തിരി വർദ്ധിച്ചത് എന്തുകൊണ്ടാ? ലോകപ്രകാരം ഒത്തിരി ഗുണമുണ്ട്, അത് സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. 2 വിഷയം 2:16. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കുകൊണ്ട് നാമും ന്യായപ്രമാണത്തെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ന്യായപ്രമാണത്തെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. കർത്താവിനെ സഹായിക്കട്ടെ. അപ്പോൾ ഈ ഉപദേശം, സതുപദേശം പിടിക്കുന്നവർ, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമുള്ളവർ, അവരെ സംബന്ധിച്ച് അവർ ദൈവത്തിനായിട്ട് ജീവിക്കുന്നവരായിരിക്കും. 2:19 നാം കാണുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. 2:19 ഓരോ സഭയും പറയുന്നു, ഞാൻ ദൈവത്തിൽ വൃഥാവാക്കുന്നില്ല. അതെ, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. എന്താ പോലീസ് പറയുന്നത്? ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പോൾ പൗലോസിന്റെ ആഗ്രഹം എന്താ പൗലോസിന്റെ ആഗ്രഹം? ഞാൻ ആർക്കായിട്ട് ജീവിക്കണം? ദൈവത്തിനായി ജീവിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ആർക്കായിട്ടാണ് ജീവിക്കുന്നത്? ഞാനും നിങ്ങളും ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ആർക്കായിട്ട് ജീവിക്കുന്നു? നാം ദൈവമക്കളാണ്, സംശയമൊന്നും വേണ്ട. പക്ഷേ നാം ആർക്കായിട്ട് ജീവിക്കുന്നു? ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു? ഈ ലോകത്തിലെ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടി ജീവിക്കുന്നു? ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു? ചിന്തിക്കണം നാം. ഇതൊന്നും ശാശ്വതമായ നന്മകൾ നമുക്ക് തരുന്നവയല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, അവനാണ് ഭാഗ്യവാൻ. ഇനിയും സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, വെളിപ്പെട്ട ജീവിതങ്ങൾ, ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയുവാൻ ഈ ലേഖനത്തിൽ തന്നെ ഉണ്ട്. എങ്കിലും ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, വെളിപ്പെട്ട ജീവിതങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. അങ്ങനെയുള്ള ചില ജീവിതങ്ങളെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, വെളിപ്പെട്ട ജീവിതങ്ങൾ, ചില ഉദാഹരണങ്ങൾ. ഒന്നാമത്തെ ഉദാഹരണം നമുക്കറിയാം.
ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ കാതലായിരിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നമുക്കറിയാം, ആ വാക്യത്തിലേക്ക് പോകണ്ട. ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നിനെ കുറിച്ചാണ് അവിടെ ഓരോ സപ്പോസും കൊരിന്ത്യർക്ക് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കും. അപ്പൊ വിശ്വാസവും സ്നേഹവും ചേർന്ന് വരുന്നു, പ്രത്യാശയും അതോടുകൂടി ചേർന്ന് വരുന്നു. അപ്പോൾ വിശ്വാസമുള്ളിടത്ത് അവിടെ എന്തുണ്ടായിരിക്കണം? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമായിരിക്കണം. മാത്രമല്ല, അങ്ങനെ സ്നേഹത്താൽ വിശ്വാസം വ്യാപരിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? പ്രത്യാശയുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ദൈവമുമ്പാകെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ ചിന്തകളാണ്. പഴയ നിയമത്തിൽ സ്നേഹത്താൽ വ്യാപരിച്ച വിശ്വാസം വെളിപ്പെടുത്തിയ 2-3 വ്യക്തികൾ നമുക്കറിയാവുന്നവരാ. ആരും പുതിയ ആൾക്കാരൊന്നുമല്ല. ഒന്നാമത്തെ വ്യക്തി നോഹ. വിശ്വാസത്തിന്റെ ശരിയായ അർത്ഥം എന്താ വിശ്വാസം ശരിയായ അർത്ഥം? വാട്ട് ഈസ് ഫെയ്ത്ത് റിയലി മീൻസ്? എന്താ വിശ്വാസം? വിശ്വാസം നിർവചനം തിരുവഴുത്തിലുണ്ട്. എബ്രായത്തിൽ പറയുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്നതിൽ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. നിർവചനം നല്ലതാ. പക്ഷേ പ്രായോഗികമായിട്ട് എന്താണ് വിശ്വാസം? പണ്ട് റോയ്സോരനും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിശ്വാസം? സമർപ്പണമാണ് വിശ്വാസം. ഞങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ അത് പറയാറുണ്ട്. സമർപ്പണമാണ്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ കർത്താവിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് വിശ്വാസം. അല്ലാത്ത വിശ്വാസമല്ല. അപ്പൊ ഞാൻ പറയാണ്, ഈ കസേരയെ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നോക്കിയിരിക്കുമ്പോൾ നല്ല പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാ, നല്ല കനമുണ്ട്, നല്ല ബലമുണ്ട്, അത് കണ്ടാൽ നല്ലതാണ്, ഉറപ്പുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ആ വിശ്വാസം പൂർണ്ണമാകുമോ? ഇല്ല. ആ വിശ്വാസം പൂർണ്ണമാകുന്നത് ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ, എന്നെ താങ്ങുവാൻ ആ കസേരയ്ക്ക് കഴിയുമെന്നുള്ള ആ ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ അവിടെയാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ ആ വിശ്വാസം പൂർണ്ണമാകുന്ന എപ്പോഴാ? അവനിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ. When we trust in our Lord, there the faith is completed. അവിടെയാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. അപ്പോൾ നോഹയെ കുറിച്ച് നാം ഓർക്കുമ്പോൾ അവന്റെ വിശ്വാസത്തിന്റെ സമർപ്പണം നാം കാണുന്നു. ഒരു വ്യക്തിയിൽ നമ്മെ സമർപ്പിക്കണമെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എന്താ? ഇപ്പൊ കർത്താവിൽ നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ ആ കർത്താവ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എന്താ? സ്നേഹമുണ്ടാകും, അല്ലേ? കർത്താവിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് അവനെ സമർപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആരെങ്കിലും എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് എന്നോട് സ്നേഹം, അതാണ് പോലീസ് പറയുന്നത്, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുമ്പോഴാണ് അവന് സമർപ്പിക്കാൻ നമുക്ക് ഇടയായിത്തീരുന്നത്, അല്ലെങ്കിൽ അവന് വിശ്വാസം വെക്കാൻ നമുക്ക് ഇടയായിത്തീരുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണെന്ന് പരിശോധിക്കണം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനുള്ള വിശ്വാസം യാഥാർത്ഥ്യമാണ്. അല്ല എങ്കിൽ വിശ്വാസം എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വാസിയാണെന്ന് പറയാം, മറ്റുള്ളവർക്ക് പറയാൻ മാത്രമേ കഴിയുള്ളൂ. വാക്കുകളിൽ വിശ്വാസിയാണെന്ന് പറയുന്നതല്ല, മറിച്ച് അവരെ സ്നേഹിച്ച് ആ വിശ്വാസം പ്രായോഗികമായി വെളിപ്പെടുത്തുക. പ്രിയമുള്ളവരെ, കർത്താവിനെ സഹായിക്കട്ടെ. അതാണ് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്നുള്ളത്. വിശ്വസിച്ച് ഏൽപ്പിക്കുക. അതിനാണ് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് സറണ്ടർ, ട്രസ്റ്റ് ആൻഡ് ബിലീവ്. വിശ്വസിച്ച് ഏൽപ്പിക്കുക. നാം കർത്താവിൽ നമ്മെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇന്ന് പകലിൽ നമുക്ക് നമ്മോട് ചോദിക്കാം. മാത്രമല്ല, നോഹയുടെ കാലത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, 6-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ അവിടെ നാം കാണുന്നത് നോഹയെ കുറിച്ച് പറയുന്നത്, അവൻ ദൈവത്തോടു കൂടെ എന്ത് ചെയ്തു? നടന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്ന വേറൊരാളും കൂടിയുണ്ട്. ആരാത്? ഹാനോക്ക്. നോഹ ദൈവത്തോട് നടന്നു. ഒരാളുടെ കൂടെ നടക്കണമെങ്കിൽ വിശ്വാസം വേണമല്ലോ, അല്ലെ? കൂടെ നടക്കുന്ന സ്നേഹം വേണമല്ലോ. ന്യായമായിട്ട് സ്നേഹമില്ലാതെ കൂടെ എപ്പോഴും നടക്കുമോ? സ്നേഹമില്ലാതെ ആൾക്കാരെ കാണിക്കാനൊക്കെ നടന്നെന്ന് വരാം, അല്ലെ? മാനുഷികമായിട്ടൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകാം. ആൾക്കാരെ കാണിക്കാൻ എനിക്ക് സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കൂടെ നടക്കുന്നവരുണ്ടാകാം. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അവനോടുകൂടെ നടക്കുവാനായിട്ട് സാധിക്കുള്ളൂ. നോഹ ദൈവത്തോട് നടന്നു. മാത്രമല്ല, 6:22, ഉൽപ്പത്തി 6:22 വായിക്കാം. 6:22. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചു. യഹോവ തന്നെ കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. അപ്പോൾ ദൈവം കൽപ്പിച്ചതൊക്കെയും ആര് ചെയ്തു? നോഹ ചെയ്തു. ആ ചെയ്തതിനുള്ള കാരണം എന്താ ചെയ്യാൻ കാര്യം? കർത്താവിനെ അവൻ സ്നേഹിച്ചു. നോഹയ്ക്ക് ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം തന്റെ വിശ്വാസത്തിൽ താൻ വെളിപ്പെടുത്തി. സ്നേഹത്താൽ വെളിപ്പെട്ട വിശ്വാസമായിരുന്നു നോഹയുടേത്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഈ നോഹയോടുള്ള ബന്ധത്തിൽ തന്റെ വിശ്വാസത്തെ തന്റെ മക്കൾ എതിർത്തില്ല. 3 ആൺമക്കളുണ്ടായിരുന്നല്ലേ? സേം, ഹാം, യാഫത്ത്. അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്.
വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിനെടുത്തും ജീവിച്ച കാലമാണ്. എല്ലാവരും വഷളായി ജീവിക്കുന്നു. എന്നാൽ ഒരു കുടുംബം മാത്രം, നോഹയും തന്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും. ഞാൻ നോഹ ഈ 100 വർഷം നോഹ തന്റെ അധ്വാന ഫലം എന്തിനാ ചെലവിട്ടത്? എന്തിനാ ചെലവിട്ടത്? എന്ത് കാര്യത്തിന് വേണ്ടിയാ? നോഹ തന്റെ അധ്വാന ഫലം ഈ 100 വർഷം ചെലവിട്ടത് പെട്ടകമുണ്ടാക്കാൻ വേണ്ടിയാ, അല്ലേ? പെട്ടകമുണ്ടാക്കാൻ വേണ്ടിയാ. ഈ മക്കൾ പരാതി വല്ലതും പറഞ്ഞോ? മക്കൾ പരാതി വല്ലതും പറഞ്ഞോ? അപ്പച്ചാ നോഹെ, ഈ അധ്വാന ഫലം മുഴുവൻ എന്തിനാ ഈ പെട്ടകത്തിന് വേണ്ടി കൊടുക്കുന്നത്? അത് ഞങ്ങൾക്കുള്ളതല്ലേ? അവരൊരു പരാതിയും പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, കർത്താവിന്റെ ദാസന്മാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുമ്പോൾ അതിന് കൂടെ നിൽക്കുവാനാണ് മക്കൾക്ക് ആവശ്യമുള്ളത്. എന്ന് നാം കാണുന്നുണ്ട്. അനേക മക്കൾ ഇതിന് വിരുദ്ധമായി ചിന്തിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, സംസാരിക്കുന്നവരുണ്ട്. മാതാപിതാക്കളെ കുറ്റം പറയാൻ മാത്രം, അവരെ പഴി പറയുവാൻ, അവരെ കുറ്റം പറയുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ. ഈ നോഹയുടെ മക്കൾ ഒരിക്കലും എതിർത്തില്ല. ആകട്ടെ, ഈ മക്കളെ കുറിച്ച്, ശേംഹാമ്യാപത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കാരണം നോഹയുടെ മക്കളാണല്ലോ. അവരുടെ ഭാര്യമാര് 3 പെൺമക്കൾ, 3 പെൺകുട്ടികൾ. അവരൊരു വീട്ടിൽ പറഞ്ഞതല്ല. ആണോ? ഒരു വീട്ടിൽ പറഞ്ഞവരല്ല, വേറെ വീടുകളിൽ പറഞ്ഞവരാ. അവരും എങ്ങനെ ഈ നോഹയോടും മക്കളോടും ചേർന്ന് വന്നു? എനിക്ക് അത്ഭുതമാണ് ആ കാര്യം. ഈ 100 വർഷത്തെ പെട്ടകം പണിയുടെ മധ്യത്തിൽ അവരും ചേർന്ന് വന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, ആ പെൺകുട്ടികൾക്കും ആങ്ങളമാരുണ്ടായിരുന്നില്ലേ? അപ്പനമ്മമാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ലേ? എന്റെ ഭാവനയാണ്, യാഥാർത്ഥ്യമാണ്. അവർക്കും ആങ്ങളമാരും അപ്പനമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ പോയി? ഞാൻ പറയട്ടെ, അവരൊക്കെ ജലപ്രളയത്തിൽ നശിച്ചുപോയി. ഇതാണ് വിശ്വാസം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അതാ നോഹ നല്ലൊരു മാതൃകയായിട്ട് ഇരിക്കുന്നു. എബ്രായലേഖനം 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൂടാ. വാക്യം വായിക്കാം. എബ്രായർ 11:7. അതെ, ഭയഭക്തി പൂണ്ടു. നോഹയ്ക്ക് എന്തുണ്ടായിരുന്നു? ഭയവും ഉണ്ടായിരുന്നു, പിന്നെ ഭക്തിയും ഉണ്ടായിരുന്നു. ആര് കണ്ടു ഈ ഭയഭക്തി? ദൈവം കണ്ടു മാത്രമല്ല, മക്കളും കണ്ടു, ഭാര്യയും കണ്ടു, മരുമക്കളും കണ്ടു. കണ്ടില്ലേ? കണ്ടു. അതുവരെ കാണാത്തവയെ കുറിച്ച് ഏതാ കാണാത്തത്? അതുവരെ കാണാതിരുന്നതാ. മഴ പെയ്തിട്ടില്ല അന്ന് വരെ മഴ പെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്? അതാ എഴുതിയിരിക്കുന്നത്. അന്ന് വരെ മഴ കണ്ടിട്ടില്ല അവര്. ആ മഴ കാണാത്തവരോട് ദൈവം പറയാ മഴ പെയ്യുന്നു. എങ്ങനെ വിശ്വസിക്കും? അവിടെയാണ് ഭയഭക്തിക്ക് പ്രാധാന്യമുള്ളത്. അവൻ ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. എന്നിട്ട് ആ വാക്യം തീരുന്ന എങ്ങനെയാണ്? അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്തോളം നീതിക്ക് അവകാശിയായി തീർന്നു. ഞാൻ മുമ്പോട്ട് പോകട്ടെ, പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. നോഹ വിശ്വാസത്താൽ, സ്നേഹത്താൽ വ്യാപരിച്ച് വിശ്വാസം വെളിപ്പെടുത്തി. കർത്താവിനോടുള്ള തന്റെ വിശ്വാസം സ്നേഹത്താലുള്ള വിശ്വാസമായിരുന്നു, അത് വെളിപ്പെടുത്തി. രണ്ടാമത്തെ വ്യക്തിത്വം നമുക്കറിയാം, അബ്രഹാമാണ്. നാം പഠിക്കുന്ന വ്യക്തിയാണ്, നമുക്കറിയാവുന്നതാണ്. എങ്കിലും പെട്ടെന്ന് ചില കാര്യം പറഞ്ഞു കൊടുത്തു. എബ്രായലേഖനം 11-ാം അധ്യായം 8-9 വാക്യം പുറപ്പെട്ടു. അതെ, എബ്രഹാമിനെ ദൈവം വിളിച്ചു. ഞാൻ വിശദീകരിക്കുന്നില്ല. സകലവും വിടുവാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് എന്താ? ദൈവം പറഞ്ഞു സകലവും വിടണം, പിതൃഭവനത്തെ വിടണം, ചർച്ചക്കാരെ വിടണം, നിനക്കുള്ളതൊക്കെ വിടണം. അത് വിടുവാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് എന്താ? സ്നേഹത്താൽ ദൈവത്തോട് താൻ വെച്ചതായ വിശ്വാസം, അല്ലെ? ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തെ അവൻ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ അനന്തരഫലമായിരുന്നു ദൈവത്തിലുള്ള അവന്റെ അടിയുറച്ച വിശ്വാസം. സകലം വിടുവാൻ അത് കാരണമായിത്തീർന്നു. ഞാൻ പറയട്ടെ, സ്നേഹത്താൽ വിശ്വാസം വ്യാപരിക്കുമ്പോൾ ഈ ലോകത്തെ പ്രമോദമായി നമുക്ക് തോന്നുന്നതെല്ലാം വിടുവാൻ നമുക്ക് കഴിയുമോ? കഴിയും. ദൈവത്തോട് സ്നേഹം നമുക്കുണ്ടാകുമ്പോൾ, ആ സ്നേഹത്താൽ വിശ്വാസം നമ്മൾ വയ്ക്കുമ്പോൾ, ഈ ലോകത്ത് താൽക്കാലികമായിട്ട് എനിക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ വിടുവാൻ എനിക്ക് കഴിയും. അതാണ് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അല്ലാത്ത വിശ്വാസമല്ല പ്രിയമുള്ളവരെ. സകലവും വിടുവാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് കർത്താവിനോടുള്ള സ്നേഹമായിരുന്നു. രണ്ടാമത്തെ കാര്യം നമുക്കറിയാമല്ലോ, ഇസഹാക്കിന്റെ യാഗത്തിന് വേണ്ടി വ്യാപരിച്ചത് എന്താ വ്യാപരിച്ചത്? ദൈവത്തോടുള്ള സ്നേഹം. ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ മകനെ, ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ യാഗമർപ്പിക്കുക. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ പോയത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഓരോ പ്രവർത്തികളും സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ നമുക്കുള്ള ബന്ധത്തിൽ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അത് പ്രയോജനമില്ലാത്തതാണ്. ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് വാക്കുകളുണ്ട്, പക്ഷെ പ്രായോഗികമായിട്ട് ഇല്ലാതെ പോകുന്നു. ലോത്തിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന്റെ പ്രതിക്രിയ എന്തായിരുന്നു? നീരോട്ടമുള്ള സ്ഥലമൊക്കെ ഉണ്ട്, അല്ലേ? ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം, അബ്രഹാമിന് അവകാശപ്പെട്ടതല്ലേ ഏറ്റവും നല്ല സ്ഥലം? കാരണം ദൈവം അബ്രഹാമിനെ അല്ലേ വിളിച്ചത്? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്.
ദൈവം അബ്രഹാമിനെയാണ് വിളിച്ചത്. ന്യായമായിട്ടും ഈ 25 പ്രദേശം അബ്രഹാമിന് അവകാശപ്പെട്ടത് തനിക്ക് ഒന്നാമത് തെരഞ്ഞെടുക്കാമായിരുന്നു, ഏറ്റവും നല്ല സ്ഥലം നോക്കി. പക്ഷെ അബ്രഹാം എന്താ പറഞ്ഞത്? നീ എടുത്തോട്ടെങ്കിൽ ഞാൻ വരത്തോ, നീ വരത്തോട്ടെങ്കിൽ ഞാൻ വരത്തോ. ഏറ്റവും നീരോട്ടം പ്രദേശം ആര് തെരഞ്ഞെടുത്തു? ലോത്ത് തെരഞ്ഞെടുത്തു. ലോത്ത് തെരഞ്ഞെടുത്തു. എന്ത് സംഭവിച്ചു? ചരിത്രമല്ലേ എന്താ സംഭവിച്ചത്? ഓ, വളരെ ദുഃഖകരമായിരിക്കുന്ന വലിയ അവസാനം. ലോത്തിനും കുടുംബത്തിനും ആ നീരോട്ടുള്ള സ്ഥലത്ത് താമസിക്കാൻ കഴിഞ്ഞോ? ആ പട്ടണത്തിൽ പോയി, അതേ പട്ടണത്തിലെ അധികാരിയായിട്ട് ഇരുന്നു കുറച്ചു നാളൊക്കെ, വീടൊക്കെ പണിതിരുന്നു. അബ്രഹാം എങ്ങനെ ജീവിച്ചത്? കൂടാരങ്ങളിൽ പാർത്തു എന്ന് പറയുന്ന കർത്താവിനെ സഹായിക്കട്ടെ. ലോത്തിനോടുള്ള ബന്ധത്തിൽ തന്റെ പെരുമാറ്റം ദൈവത്തോടുള്ള സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തായിരുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, അബ്രഹാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയതായിട്ട് നാം കാണുന്നു. അവന്റെ ഹൃദയം ദൈവം വിശ്വസ്തമായി കണ്ടു. നെഹമ്യാവ് 9:8 നാം വായിക്കുന്നു, ദൈവം അബ്രഹാമിന്റെ ഹൃദയം വിശ്വസ്തമായി കണ്ടു. ഹൃദയം കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹൃദയം ദൈവം കാണുന്നുണ്ട്. മനുഷ്യർക്ക് മറയ്ക്കാൻ, കൂട്ടു സഹോദരങ്ങളെ മറയ്ക്കാൻ, സർവ്വ സുശേഷകന്മാരെ മൂപ്പന്മാരെ മറയ്ക്കാം, ബന്ധുക്കളെ മറയ്ക്കാം, എല്ലാവരെയും മറയ്ക്കാം. പക്ഷെ കാണുന്ന ആരുണ്ട്? ദൈവം കാണുന്നു. അബ്രഹാമിന്റെ ഹൃദയം വിശ്വസ്തമായി എന്റെ ദൈവം കണ്ടു. എന്റെ ഹൃദയം ദൈവം കാണുന്നുണ്ട്. വളരെ ഭയത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കർത്താവിനെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവിടെ ദൈവം തന്നെ പറയുക, അബ്രഹാമേ, നീ ഈ കാര്യം ചെയ്തു. ഏത് കാര്യമാ? ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ കൊണ്ടുപോയി. നീ ഈ കാര്യം ചെയ്ത്, ആ വാക്യം വായിക്കേണ്ട വാക്യമാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നീ ഈ കാര്യം ചെയ്തു. നിന്റെ ഏകദായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നീ ഈ കാര്യം ചെയ്തു. ഏത് കാര്യമാണ്? ദൈവം പറഞ്ഞ കാര്യം. ദൈവം എന്താ പറഞ്ഞത്? നിന്റെ മകനെ യാഗമർപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ദൈവം നമ്മോടൊരു കാര്യം പറയുമ്പോൾ അത് ചെയ്യുവാൻ നമുക്കിടയാകട്ടെ. അതിനെ നമ്മെ തന്നെ കീഴ്പ്പെടുത്താം. എന്റെ കർത്താവിനോട് പറഞ്ഞു, അത് ഞാൻ ചെയ്യും. എനിക്ക് അവനോട് സ്നേഹമുണ്ട്, ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസം. മുമ്പോട്ട് പോകട്ടെ. മോശയെ കുറിച്ച് അടുത്ത വ്യക്തിത്വം മോശയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. എബ്രായർ 11:23 മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ മോശയെ കുറിച്ച് പറയുന്നത്, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്ന് എണ്ണി ഫറവോന്റെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിച്ചു. എന്തുകൊണ്ട് അതൊക്കെ ചെയ്തത്? വിവരിപ്പാൻ സമയമില്ലാത്തത് പെട്ടെന്ന് പറയാം. മോശ എന്തുകൊണ്ടത് ചെയ്തത്? തന്റെ ദൈവത്തോടുള്ള സ്നേഹത്താൽ വ്യാപരിച്ച വിശ്വാസമാണ് അത് തന്നെ കൊണ്ട് ചെയ്യിച്ചത്. ദൈവത്തോടുള്ള തന്നെ സ്നേഹത്താൽ വ്യാപരിച്ച വിശ്വാസം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്കൊന്ന് ഉറയ്ക്കാം. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണോ, അതോ പുറമേ കാണിക്കുന്ന വിശ്വാസം മാത്രമാണോ? മോശയെ കുറിച്ച് തനിക്കെതിരെ സഹോദരങ്ങൾ പറഞ്ഞപ്പോൾ, മത്സരിച്ചപ്പോൾ മോശയെ പിടിച്ചു നിർത്തി എന്തായിരുന്നു? ഒരു മറുപടി പറയായിരുന്നു. എന്തുകൊണ്ടാ? മോശയ്ക്കറിയാം, മോശയ്ക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ മോശ ദൈവത്തെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. നാം വായിക്കുന്നുണ്ട്, മിര്യാമും അഹരോനും മോശയ്ക്കെതിരെ പ്രവചിച്ചപ്പോൾ മോശ കേട്ടില്ല. പക്ഷെ ആര് കേട്ടു? യഹോവ കേട്ടു. എന്നെ പ്രിയമുള്ളവരെ, ഞാൻ ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും, പക്ഷെ ആര് കേൾക്കും? യഹോവ കേൾക്കും. കർത്താവിനെ സഹായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 32:10 വായിക്കുന്നുണ്ട്, കാളക്കുട്ടിയെ ഇസ്രായേലിനും വാക്കുണ്ടാക്കി അവരെ കാളക്കുടുംബാകെ ആരാധിക്കുമ്പോൾ ദൈവം പറയാണ്, എന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, നീ എന്നെ വിട്. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാനത് നശിപ്പിക്കാൻ പോലെ. എന്നിട്ട് അടുത്ത വാക്ക് പറയാം, ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കും. നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞത്? എടാ, നല്ലൊരു പ്രൊഫസർ, ദൈവം തന്നെ പറഞ്ഞല്ലോ. അവരെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്നെ വലിയ ജാതിയാക്കണമെന്ന് ദൈവം പറഞ്ഞിരിക്കുക. മോശ ചിന്തിച്ചത് എന്തായിരുന്നു നമുക്കറിയാം. എന്നാൽ നമ്മോടുള്ള ബന്ധം ദൈവം പറയാ, ഞാൻ അവരെ നശിപ്പിച്ചു, നിന്നെ വലിയ ജാതിയാക്കാം. നമ്മൾ എന്ത് ചെയ്യും? അത് മതി കർത്താവ്, നല്ലതാ, ഞാനങ്ങ് വലിയനാവുമല്ലോ. പക്ഷെ മോശ എന്താ പറഞ്ഞത്? മോശ പറഞ്ഞു, കർത്താവേ, നീയാണ് അവരെ മിസ്രയീമിൽ കൊണ്ടുവന്നത്. അവരെ വഴിയിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞുവെന്ന് ജാതികൾ പറയുമ്പോൾ നിന്റെ നാമത്തിനാണ് കണക്കമുണ്ടാകുന്നത്. നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നീ അവരെ വഴി വെച്ച് നശിപ്പിച്ചത്. നീ അവരെ വിടുവിച്ചത് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരാനാ. നീ അവരെ വിടുവിച്ചത് അനുഗ്രഹീതമായ ഈ അനുഭവത്തിൽ കൊണ്ടുവരാനാണ്. പക്ഷെ നിന്നെ കൊണ്ട് കഴിവില്ല. അതുകൊണ്ട് ജനം അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞാൽ ആർക്കാ മോശം? ദൈവത്തിന് തന്നെയാ മോശം. ഈ മോശം തിരിച്ചറിഞ്ഞ ആരാ? മോശ തിരിച്ചറിഞ്ഞു. മുമ്പോട്ട് പോകട്ടെ. ഒരു വ്യക്തിത്വമുണ്ട് പഴയ നിയമത്തിൽ, ഹോശേയ പ്രവചനം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അത് പിന്നീട് ചിന്തിക്കാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്താൽ വ്യാപരിച്ച വിശ്വാസത്തെ കുറിച്ച് ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 47-ാം വാക്യം നമുക്ക് പരിചിതമാണ്. ഒരു പാപിനിയായ സ്ത്രീ കർത്താവിന്റെ കാൽക്കൽ നിൽക്കുന്നു. ഞാനത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ആ സ്ത്രീയെ കുറിച്ച് കർത്താവിന്റെ സാക്ഷ്യം എന്തായിരുന്നു? എന്താ സാക്ഷ്യം? അവൾ വളരെ സ്നേഹിച്ചുവല്ല. അവളുടെ വിശ്വാസത്തെ കുറിച്ചല്ല പറഞ്ഞത്, അവൾ വിശ്വസിച്ചുവല്ലോ എന്നാണ് പറഞ്ഞത്. അല്ല, പിന്നെയോ അവൾ സ്നേഹത്തിന് എന്തുണ്ടായിരുന്നു?
സ്നേഹത്തിന് ആ സ്നേഹം എന്തിൽ അവിടെ കൊണ്ടെത്തിച്ചു? കർത്താവിൽ വിശ്വസിക്കുന്നതിൽ കൊണ്ടെത്തിച്ചു. അല്ലെങ്കിൽ സ്നേഹത്താൽ വ്യാപരിച്ച വിശ്വാസമാണ് അവരിൽ വെളിപ്പെട്ടത്. കർത്താവിൽ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് കാലം ദൈവം നമുക്ക് ധാരാളം തോന്നാകട്ടെ. നാം രക്ഷിക്കപ്പെട്ടവരാ, ദൈവത്തിന്റെ മക്കളാ. വർഷങ്ങളായി വിശ്വസിച്ചാശ്രയിക്ക് വന്നിട്ട് നമ്മുടെ വിശ്വാസം എങ്ങനെയും സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണോ നമ്മിൽ വെളിപ്പെടുന്നത്? ലൂക്കോസ് 7-9 വാക്യത്തിൽ നാം ഇത് കാണുന്നുണ്ട്. 9-5 വാക്യമൊക്കെ നാം കാണുന്നുണ്ട്. അവിടെ 2 വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. സുറഫേനിക്ക സ്ത്രീ, കനാന്യ സ്ത്രീ, അതുപോലെ തന്നെ രക്തസ്രവമുള്ള സ്ത്രീ, അവരെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. അവരെ കുറിച്ചൊക്കെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ദൈവത്തെ സ്നേഹിച്ചവരാണെന്ന് അവരുടെ പ്രവൃത്തികൾ വെളിപ്പെടുക. മാത്രമല്ല, സദാഗുവിനെ കുറിച്ച് പറയുന്നത് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുവെന്നാ അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഒരു പള്ളി ജനിച്ച് തീർപ്പിച്ചു തന്നിട്ടുള്ളത്. അവൻ കർത്താവിനെ ജനത്തെ സ്നേഹിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവനാണ്. അവന്റെ വിശ്വാസം എങ്ങനെയുള്ളതായിരുന്നു? അവന്റെ വിശ്വാസവും സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമായിരുന്നു. പള്ളിപ്രമാണിയുടെ കുഞ്ഞുമകളുടെ മരണം, പള്ളിപ്രമാണി കർത്താവിന്റെ അടുക്കലേക്ക് ആളയക്കുന്നു, നാം വായിക്കുന്നു. അവിടെയും അവൻ കർത്താവിന്റെ അടുക്കലേക്ക് ആളയക്കുമ്പോൾ അവന്റെ പിന്നിൽ വ്യാപരിച്ചു വന്നതാണ് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം. മാത്രമല്ല, ആ സ്നേഹത്താൽ ക്രിസ്തുവിൽ വെച്ച വിശ്വാസം. അതാണ് ഏറ്റവും വലിയ കാര്യം. മത്തായി 15:28 കനാന്യ സ്ത്രീയെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. ആ വിശ്വാസം വലിയതാകുവാൻ കാരണം എന്താണ്? കർത്താവിൽ അവൾ അർപ്പിച്ച സ്നേഹത്തിന്റെ അനന്തരഫലമാണ് അവളുടെ വിശ്വാസം. മർക്കോസ് 14:6 അവിടെ ഒരു സ്ത്രീ സ്വസ്ഥജടമാംസി തൈലം അവന്റെ തലയിൽ ഒഴിക്കുമ്പോൾ അതിന്റെ പിന്നിൽ വ്യാപരിച്ചത് അവനോടുള്ള സ്നേഹത്താൽ വ്യാപരിച്ച വിശ്വാസമായിരുന്നു. അവൾ അവരെ സ്നേഹിച്ചുകൊണ്ടാ. അല്ലെങ്കിൽ 300 വെള്ളിക്കാശൊക്കെ മുടക്കി സ്വച്ഛതമാശ തൈലം കൊണ്ടുവരുമോ? കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടാ. ഞാൻ പറയട്ടെ, കർത്താവിനെ സ്നേഹിക്കുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന വിശ്വാസം അവന് വേണ്ടി സകലവും കൊടുപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വിശ്വാസം. മനസ്സിലായത്? സകലം കൊടുപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വിശ്വാസം. നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയുള്ളതാണ്? അതേ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ്. ഒന്നുകൂടി പറയട്ടെ, ക്രൂശിനോട് കർത്താവിനെ ചേർത്ത് നിർത്തിയത് നമ്മോട് സ്നേഹം കൊണ്ട്. നമ്മുടെ സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാരുണ്യവാനികളാൽ ക്രൂശിൽ ചേർത്ത് നിർത്തിയത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാൻ കർത്താവിന് കഴിയുമായിരുന്നു. നമുക്കറിയാം, തന്നെ വിടുവിക്കുവാൻ കഴിയുമായിരുന്നു. എന്നോടും നിങ്ങളോടുമുള്ള കർത്താവിന് സ്നേഹമാണ് അവനെ ക്രൂശിനോട് ചേർത്ത് നിർത്തിയത്. നാം എത്രത്തോളം അവനെ സ്നേഹിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം എന്ത് ചെയ്താലും അത് കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കട്ടെ നാം ചെയ്യേണ്ടത്. സുവിശേഷ വേല ചെയ്യുമ്പോൾ അത് കർത്താവിന് സ്നേഹത്തിലായിരിക്കട്ടെ ചെയ്യുവാനിടയാകരുത്. കർത്താവിന് സ്നേഹത്താൽ ചെയ്യുന്ന ശുശ്രൂഷകളാണ് കർത്താവ് ആദരിക്കുന്നത്. കർത്താവ് വേലയ്ക്ക് വിളിച്ചു, വേലയിൽ ആക്കി വെച്ചു. ഈ വേലയിൽ എന്നെ പ്രേരിപ്പിക്കുന്ന ഏക ഘടകം കർത്താവിനുള്ള സ്നേഹം മാത്രമായിരിക്കട്ടെ. ഇന്ന് സുവിശേഷ വേലയിൽ അനേകരുമുണ്ട്. അവരുടെ ലക്ഷ്യവും താല്പര്യവും ഒക്കെ മറ്റു പലതുമായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ സ്നേഹമല്ലാതെ മറ്റൊന്നും എന്നെ കർത്താവിനെ സ്നേഹിക്കാൻ കാരണമാകാതിരിക്കട്ടെ. പത്രോസിനോട് കർത്താവ് ചോദിച്ചു. എന്താ ചോദിച്ചു? നീ എന്നെ സ്നേഹിക്കുന്നു, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. കർത്താവ് അതെ, ഇവയിലധികമായി നാം അവനെ സ്നേഹിക്കുന്നവരായിരിക്കാം. ദൈവം നമ്മെ